CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച സജീവമായി. ഇത്തവണ വനിതയ്ക്കാണ് ചെയർപേഴ്സൺ സ്ഥാനം. 3 തവണ തുടർച്ചയായി വിജയിച്ച ബിന്ദു അജിത് കുമാറിനെയും 2ാം തവണ കൌൺസിലറായ സുനിത അരവിന്ദിനെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് CPM പരിഗണിച്ചേക്കും. തിരഞ്ഞെടുപ്പിൽ വിജയാഹ്ലാദവുമായി സ്ഥാനാർത്ഥികളും വിവിധ പാർട്ടി പ്രവർത്തകരും. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരെ കണ്ടെത്താനും അണിയറ നീക്കങ്ങൾ സജീവമാണ്. കുന്നംകുളത്ത് ഗൃഹനാഥിയെ വീട്ടിൽ കയറി ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെലക്കാട്ട് പയ്യൂർ അമ്പലത്ത് വീട്ടിൽ ഹാഷിമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കാർ അടിച്ചു തകർത്തു. തിങ്കളാഴ്ച രാവിലെ 11:30 കേച്ചേരിയിൽ വെച്ചാണ് സംഭവം. യൂത്ത് കോൺഗ്രസ് നേതാവും കേച്ചേരി സ്വദേശിയുമായ ഊക്കയിൽ വീട്ടിൽ മുബാറക്കിന്റെ കാറാണ് 3-അംഗ സംഘം അടിച്ചു തകർത്തത്. ചാവക്കാട് പാലയൂരിൽ ഇലക്ട്രിക് ഇരുചക്രവാഹനം ടോറസ് ലോറിയുടെ അടിയിൽ കുടുങ്ങി അപകടം. ഗൃഹനാഥന് പരിക്കേറ്റു. തെക്കൻ പാലയൂർ ഓസാരം വീട്ടിൽ 65 വയസ്സുള്ള അബ്ദുവിനാണ് പരിക്കേറ്റത്. ആർത്തറ്റ് സെന്റ് തോമസ് LP സ്കൂളിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ആർത്തറ്റ് പ്രദേശത്തെ വിവിധ അംഗനവാടിയിലെ കുട്ടികൾക്കായി വർണ്ണച്ചിരി 2K25 എന്ന പേരിൽ കളറിംഗ് മത്സരവും വിവിധ മത്സരങ്ങളും നടത്തി. 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 38ാം സുവിശേഷ മഹായോഗം സമാപിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ടാണശ്ശേരി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള വാഗ യൂണിറ്റ് കൺവെൻഷൻ നടത്തി. EKTA വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് പഴയ പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ പുകഴ്ച തിരുനാളിന് കൊടിയേറ്റം നടത്തി. വെങ്കിടങ്ങ് കോറളി അയ്യപ്പ സേവാ സംഘം ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോറളി ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തിനിർഭരമായി നടന്നു. എരുമപ്പെട്ടി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. CITU അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. ഗുരുവായൂരിൽ വീട്ടുമുറ്റത്തെ മോട്ടോർ പമ്പ് സെറ്റിനടിയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കാരക്കാട് റോഡിൽ പുത്തൻപുരയിൽ ലത്തീഫിന്റെ വീട്ടുമുറ്റത്തു നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.